എൻ്റെ അച്ഛൻ പറഞ്ഞ ഒരു ഡിസിഷൻ, പഠിത്തം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഫോർ എനിബഡി. പറ്റുന്നിടത്തോളം പഠിക്കുക. ഇപ്പം ഞാൻ എൻ്റെ സീനിയർ ഫെലോഷിപ്പ് ഇപ്പം 2 കൊല്ലത്തിന് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. Still I'm learning. There's so much to learn. And ഈ ഒരു കാലം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു കാലമാണ്, ഒരുപാട്. അപ്പം എനിക്ക് എല്ലാ കുട്ടികളോടും പറയണം, അത് സിനിമ ആയിക്കോട്ടെ, ഏത് പാഷനേറ്റ്. ഇപ്പം നമുക്ക് സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രശസ്തി വരും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ കൊല്ലം കൊണ്ടു നടക്കാൻ നമുക്ക് അത്രയും ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും നമ്മളാവണം. നമുക്ക് വൺ ആഫ്റ്റർ അനദർ നല്ല റോൾസ് വരുന്നു, അത് ജനങ്ങളിലേക്ക് എത്തണം, നല്ല ജെനുവിൻ നല്ല ക്യാരക്ടേഴ്സായിട്ട് വരണം. ചുമ്മാ നിൽക്കാൻ വേണ്ടിയിട്ടല്ല, മനസ്സിലാവും. ചുമ്മാ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 പടം ചെയ്യാം, 4ാമത്തെ പടം തൊട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്കും മടുപ്പ് വരാൻ തുടങ്ങും. അപ്പം ഈ പഠിത്തം എന്തിനാന്ന് പറയുന്നത് വെച്ചാൽ അവനവന് ഇഷ്ടമുള്ള മേഖലയിൽ ഒരു പഠിത്തം. ഞാൻ ഇന്നതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ബേസിക് ഡിഗ്രി നമ്മുടെ ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമുക്കൊരു റെസ്പെക്റ്റ്ഫുള്ളായിട്ടും നമുക്കും നാളെ ഇതൊരു പ്ലാൻ ബി ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു ഫീൽഡല്ല സിനിമ സ്പെഷ്യലി. അത് കഴിഞ്ഞ് ഐ വുഡ് സേ കുറച്ചുകൂടെ വലുതായിട്ട് എടുക്കുവാണെങ്കിൽ ആർട്ട് ഫീൽഡ് ഇസ് ലൈക്ക് ദാറ്റ്, ആർട്ട് ആസ് സച്ച് ഇസ് ലൈക്ക് ദാറ്റ്. അതൊരു കംപ്ലീറ്റ്ലി ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് ഓക്കെ നമുക്ക് ഇത്ര കോടി രൂപ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റുന്നൊരു ഫീൽഡല്ല. സോ യു നീഡ് സം സ്റ്റേബിൾ ഫീൽഡ് വേർ യു നോ ഓക്കെ എനിക്ക് ഈ മാസം 1000 രൂപയുണ്ട്, ഈ 1000 രൂപയിൽ ഞാൻ ഓടിച്ചൊപ്പിക്കണം എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് എപ്പോഴും നമ്മുടെ ലൈഫിനെ സേഫറാ. Aquastar Rainwater Pipes. മറ്റെല്ലാം ചുമ്മാ.